ഇത് എൻ്റെ പട്ടണമാണ്, ഇത് നമ്മുടെ പട്ടണമാണ്. ഈ പട്ടണത്തിൻ്റെ മേൽ ഒരു ജയ ഉത്സവം തുറന്നു വരുവാൻ പോകുന്നു. അതിനെ ആരൊക്കെ മൂടിക്കളയുവാൻ ശ്രമിച്ചാലും ഇതിൻ്റെ മേൽ ഒരു അസാധാരണ കാറ്റടിക്കും, കാറ്റടിക്കും, ആത്മാവിൻ്റെ കാറ്റടിക്കും. ആർക്കും ആ കാറ്റിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധ ആത്മാവ് കുന്നംകുളത്തോട് പ്രവചിക്കുന്നു. ഒരു റിയലായ കാറ്റ്, ഒരു കാറ്റ് കുന്നംകുളത്തിന്റെ മേൽ അടിക്കും. ചിലതിനെ തകർക്കും, ചില ബിൽഡിംഗ്, ചില കൂടാരങ്ങൾ പൊളിയും. എപ്പോഴൊക്കെ ഞാൻ പ്രവചിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, കുന്നംകുളത്ത് ഒരു ഭയാനകമായ കാറ്റടിക്കും. ഈ കാറ്റ് ഈ കുന്നംകുളത്ത് ചിലത് നടുവെ പിളരും. കുന്നംകുളത്തോട് പ്രവചിക്കുവാൻ പറയുന്നു. കുന്നംകുളം ദേശമേ, നീ ഇതുവരെ കാണാത്ത ഒരു ശക്തിയേറിയ കാറ്റ് വടക്ക് നിന്ന് വരുന്നു. ഈ വടക്ക് നിന്ന് വരുന്ന കാറ്റ് ഈ കുന്നംകുളത്തിന്റെ സറൗണ്ടിൽ കേന്ദ്രീകരിച്ച് ഇതിന്റെ മേൽ ആഞ്ഞു വീശും. ചിലത് ഇവിടെ നടുവെ പിളരും. അങ്ങനെ അനർത്ഥങ്ങൾ, അപകടങ്ങൾ സംഭവിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് എൻ്റെ സമയത്തിന്റെ അടയാളമെന്ന് ദൈവജനം അറിഞ്ഞുകൊള്ളുക. ഒരു പിളർപ്പ് ആത്മാവിൽ ഞാൻ കാണുന്നു. ഒരു കുഴികൾ, ഭൂമിയിൽ ചില കുഴികൾ രൂപപ്പെടുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇതിന്റെ സറൗണ്ടിൽ ഭൂമിയിൽ ചില കുഴികൾ രൂപപ്പെടുന്നത്, പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. കേരളമേ, അടുത്ത സീസൺ പ്രകൃതിയിൽ അസാധാരണമായ മാറ്റങ്ങൾ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുവാൻ പറയുന്നു. ചില ദൂതഗണങ്ങൾ ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ആ ദൂതഗണങ്ങളുടെ കരങ്ങളിൽ ശക്തമായ ഇരുമ്പ് തണ്ടുകൾ ഞാൻ കാണുന്നു. ഇരുമ്പ് തണ്ടുകൾ ഉപയോഗിച്ച് ഭൂമിമേൽ ഈ ദൂതഗണങ്ങൾ അടിക്കുന്നത്. 1 2 3 4 5 ബീറ്റ് നടക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. 5 ബീറ്റുകൾ ഭൂമിമേൽ നടക്കുന്നത് പരിശുദ്ധാത്മാവിനെ ആത്മമണ്ഡലത്തിൽ കാണിക്കുന്നു. ഇപ്പോൾ കൊമിളകൾ പോലത്തെ ഒത്തിരി സൈനുകൾ പിളർപ്പുകളിൽ നിന്ന് പുറത്തു വരും. ജനത്തിന് പ്രഡിക്റ്റ് ചെയ്യുവാൻ കഴിയാത്ത, തിരിച്ചറിയുവാൻ കഴിയാത്ത അടയാളങ്ങൾ പ്രകൃതിയിൽ ഭൂമിമേൽ സംഭവിക്കും. മലയാളക്കരയെ നീ പ്രാർത്ഥിക്കുവാൻ, നീ കരയുവാൻ തയ്യാറായിക്കോ. അഭിഷക്തന്മാർക്ക് എതിരെ നിൽക്കുന്ന ജനമേ, നിന്റെ മേൽ ന്യായവിധിയുടെ മണിക്കൂറുകൾ അതിവിദൂരമല്ല. ഒരു അസാധാരണമായ 5 ബീറ്റുകൾ ഭൂമിമേൽ സംഭവിക്കും. എനിക്കറിയാം, ഞാൻ ഓൺലൈനിലാണ് പറയുന്നത്. ഇതിനെതിരെ നീ എന്നാ എഴുതിയാലും, എന്നാ പറഞ്ഞാലും, എനിക്കെതിരെ നീ എന്നാ കല്ലെറിഞ്ഞാലും, പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് സംഭവിച്ചിരിക്കും. ഈ ദൂതഗണങ്ങളിൽ നിന്ന് ഒരു ദൂതൻ, വെള്ള റോപ്പ് അണിഞ്ഞ ദൂതൻ പുറത്തേക്ക് പുറകിലോട്ട് നീങ്ങുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഒരു 7 മാസത്തെ കാലഘട്ടത്തിന്റെ അകത്ത് ഒരു ഭയങ്കര ഷിഫ്റ്റ് കേരളത്തിൽ സംഭവിക്കും. ദൈവജനമേ, പ്രാർത്ഥിക്കുവാൻ നീ മുഴങ്കാൽ മടക്കിക്കോ. നീ പണിതു വെച്ചത്, നിലം പൊത്തുന്നത് ആത്മാവെന്നെ വീണ്ടും കാണിക്കുന്നു. ഒരു ഭയങ്കരമായി ബിൽഡിങ്ങൾ പകർന്നു വീഴുന്നത് പോലെ വീണ്ടും കുക്കുകൾ സംഭവിക്കും. ഭൂമി ഷേക്കാകുന്നത്, പിളരുന്നത് ആത്മാവെന്നെ കാണിക്കുന്നു.
Ruzala Rabashatalaka Horabashantelia പ്രകൃതിയുടെ മേൽ അധികാരമുള്ള അഭിഷക്തന്മാർ എഴുന്നേറ്റ് വരുവാൻ സമയമെത്തിരിക്കുന്നു. പ്രകൃതി ദൈവജനത്തിന് കീഴടങ്ങുന്ന ഒരു സീസൺ ഇതാ തുറന്നു വരുവാൻ പോകുന്നു. ഹല്ലേലൂയ. പ്രകൃതി നിന്നെ എതിർക്കുമ്പോൾ നീ തകരരുത്, നീ ഭയപ്പെടരുത്. പ്രകൃതിയെ നീ കൺട്രോൾ ചെയ്യുന്ന ആത്മബലത്തിലേക്ക്, അനുഭവത്തിലേക്ക്, മണ്ഡലത്തിലേക്ക് നീ പ്രാർത്ഥിച്ചു കയറുവാൻ തയ്യാറായിക്കോ. അഭിഷക്തന്മാരെ, അങ്ങനെയുള്ള ഒരു സീസണിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുക. 25 ഒരു വെല്ലുവിളികളുടെ വർഷമാകുന്നെന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നു. കുന്നംകുളം ദേശമേ, നീ എത്ര എതിർത്താലും, നീ എത്ര ചവിട്ടി തേക്കുവാൻ ശ്രമിച്ചാലും, നീ എത്ര ജനത്തെ പിടിച്ചു കെട്ടുവാൻ ശ്രമിച്ചാലും, നിന്റെ വരുതിക്ക്, നിന്റെ കരങ്ങൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ ശക്തി ഇതിന്റെ അകത്ത് ചലിക്കുന്നുണ്ട്. ആ ശക്തി ചിലതിന് പറിച്ചെടുത്തു കൊണ്ടുവരും. അസാധാരണമായ ഉറവുകൾ സംഭവിക്കും, തുറവുകൾ സംഭവിക്കും. നിങ്ങൾ കഴിഞ്ഞു എന്ന് ശത്രു നിങ്ങളെ കൊണ്ട് പറയിക്കുന്ന സമയത്താണോ നിങ്ങൾ എത്തിയിരിക്കുന്നത്? ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ സമയത്തിലേക്ക് എൻ്റർ ആവുന്ന ഒരു പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്.